and the topic is welding process and classification from Module 6. And the faculty today with us is Professor Joel Thomas George, who is an assistant professor from Holy Grace Academy of Engineering, Thrissur, and he did his graduation from YIT Bangalore and his MTech in Machine Design from Amal-Jyoti College of Engineering, Kottayam. He also has an industrial experience in additive manufacturing as well. And with great pleasure, I welcome you, sir, to the session. And I also welcome all the attendees out there to the session. And to all the attendees, if you have got any doubts, you can use the Q&A option available near the chat window to post your doubts, which will be answered in between the session. So once again, I welcome you, sir. Thank you all, and over to you, sir. Okay, thank you, Amla, and good afternoon, every participant of this webinar series. I hope my audio and video is clear to you. Let me introduce myself to you. Myself, Joel Thomas George. I work as an assistant professor in Department of Mechanical Engineering, Holy Grace Academy of Engineering. So I hope everyone is staying home, staying safe, and following all the protocols that have been provided by the government. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഗവൺമെന്റിനോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് തന്നെ അസാപ്പിന്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് അത് വളരെ ഒരു അഭിനന്ദമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന അവരുടെ ഒരു സ്ലോഗൻ തന്നെ പറയുന്നുണ്ട്, അസാപ്പിന്റെ സ്ലോഗൻ തന്നെ പറയുന്നുണ്ട്, നോ ലോക്ക്ഡൌൺ ഫോർ ലേണിംഗ്. സോ ലെറ്റ് us take this opportunity to create that path of learning. So without further ado, let me get into the topic. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെറ്റലർജിക്കൽ ആസ്പെക്ട് ഇൻ വെൽഡിംഗ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആണ്. ഐ ആം മോർ പ്രിവിലേജ്ഡ് ടു ടേക്ക് ദിസ് ടോപ്പിക്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും വെൽഡിംഗ് എന്താണെന്നും വെൽഡിംഗ് പ്രോസസ് എന്താണെന്നും നേരിട്ട് കണ്ടിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഈ വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, ബിക്കോസ് യു ഹാവ് എ വിഷ്വൽ ഇമേജ് ഓഫ് വാട്ട് വെൽഡിംഗ് പ്രോസസ് ഇസ്. സോ ലെറ്റ് മി ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിലിംഗ് ഓഫ് ദിസ് ക്ലാസ്. ഞാൻ നേരത്തെ ഈ സെഷന്റെ മോഡറേറ്റർ സംസാരിച്ച പോലെ തന്നെ എനിക്ക് എപ്പോഴും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, ഞാനിപ്പോൾ ക്ലാസ്സിൽ ലൈവായിട്ട് ക്ലാസ് ആയിട്ട് എടുക്കുമ്പോഴും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, സ്റ്റുഡൻസുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഞാൻ സാധാരണ ചെയ്യാറ്, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എ തിയറി സബ്ജക്ട്. സോ ഇവിടെ എനിക്ക് അതുപോലത്തെ ഒരു ടോപ്പിക്കാണ് കിട്ടിയിരിക്കുന്നത്. സോ ഐ വിൽ വാണ്ട് യു ടു ഹാവ് ഇന്ററാക്റ്റീവ് സെഷൻ. മേ ബി ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു മാർഗം നിലവിലില്ല, ബിക്കോസ് ദിസ് ഇസ് ഒബ്വിയസ്ലി എ വെർച്വൽ ക്ലാസ്. സോ അതുകൊണ്ട് തന്നെ വെർച്വൽ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഞാൻ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു വെൽഡിംഗ് പ്രോസസ് എന്താണെന്നും വെൽഡിങ്ങിന്റെ രീതികൾ എന്താണെന്നും വെൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു യൂസ് ഉണ്ടാവത്തില്ല. അതിന്റെ യൂസ് വരണമെങ്കിൽ യു ഷുഡ് നോ ദ ഹിസ്റ്ററി ഓഫ് വെൽഡിംഗ് ആൻഡ് യു ഷുഡ് നോ ദ ഫ്യൂച്ചർ ഓഫ് വെൽഡിംഗ്, അല്ലെങ്കിൽ വെൽഡിംഗ് ടെക്നോളജിയുടെ ഹിസ്റ്ററി, വെൽഡിംഗ് ടെക്നോളജിയുടെ ഫ്യൂച്ചർ നിങ്ങൾ മനസ്സിലാക്കണം. സോ ഞാൻ ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ സെഷന്റെ ഒരു പാറ്റേൺ അറിയായിരിക്കും. 1 hour സെഷനാണ്, 20 minutes ഞാൻ ഒരു ലൈവ് സെഷൻ ഇട്ടതിന് ശേഷം ഒരു Q&A സെഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്റെ 20 minute സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്യൂച്ചറിലേക്ക് ഒരു ലിങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ Q&A സെഷനിൽ നിങ്ങൾ ആ ലിങ്ക് എനിക്ക് തിരിച്ച് ആ ലിങ്ക് അയച്ചു തരും, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നിങ്ങൾ എനിക്ക് തിരിച്ച് അയച്ചു തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us get into the detailing of this session. നമ്മൾ വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ 6th മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പറയുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ ബേസിക് ആയിട്ട് വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയും വെൽഡിംഗ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽഡിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ്, വെൽഡിംഗ് കംസ് ഫ്രം എ ഫാമിലി ഓഫ് മെറ്റൽ ജോയിനിങ് പ്രോസസ്. ഓക്കെ, നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രോബ്ലംസും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. സോ ഈ PPT-യിൽ കാണുന്ന പോലെ, ഈ ഒരു പ്രസന്റേഷനിൽ കാണുന്ന പോലെ മെറ്റൽ ജോയിനിങ് പ്രോസസ്. സോ എവ്രി വൺ നോസ് വാട്ട് മെറ്റൽ ജോയിനിങ് പ്രോസസ് ഇസ്, അല്ലെ? മെറ്റൽ ജോയിനിങ് പ്രോസസ് എന്നത് ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഇസ് ബേസിക്കലി ജോയിനിങ് two metal pieces. Okay, it is basically joining two metal pieces by any external support or by any external factors or parameters.
ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റൽ ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു പ്രസന്റേഷനിൽ സിമ്പിൾ ആയിട്ട് മെറ്റൽ ജോയിനിങ് പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടെമ്പററി മെറ്റൽ ജോയിനിങ് പ്രോസസ്സും പെർമനന്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സും. സോ എന്താണ് ടെമ്പററി മെറ്റൽ ജോയിനിങ് പ്രോസസ്? നമ്മൾ മെക്കാനിക്കൽ ഫാസ്റ്റനേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു ജോയിനിങ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് ടെമ്പററി മെറ്റൽ ജോയിനിങ് പ്രോസസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ആ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോൾട്ട് ആൻഡ് സ്ക്രൂ, റിവറ്റിംഗ്, ക്ലാമ്പിംഗ്, ഇതെല്ലാമാണ് ടെമ്പററി മെറ്റൽ ജോയിനിങ് പ്രോസസ് ആയിട്ട് വരുന്നത്. സോ ഒബ്വിയസ്ലി യു ക്യാൻ റിമൂവ് ദീസ് കൈൻഡ് ഓഫ് ബോൾട്ട് ആൻഡ് സ്ക്രൂ ആൻഡ് യു ക്യാൻ സെപ്പറേറ്റ് ദ മെറ്റൽസ് ജോയിന്റ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് ടെമ്പററി മെറ്റൽ ജോയിനിങ് പ്രോസസ് എന്ന് പറയുന്നത്. While on the other hand, you've got permanent metal joining process. So then what is permanent metal joining process? ഈ പെർമനന്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഞാനൊരു 3 പ്രോസസ്സസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് പ്രോസസ്, ബ്രീസിംഗ് പ്രോസസ് ആൻഡ് സോൾഡറിംഗ് പ്രോസസ്. സോ അത്യാവശ്യം എഞ്ചിനീയറിംഗ് നോളജ് ഉള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ വെൽഡിംഗ് പ്രോസസ്സിലും ബ്രീസിംഗ് പ്രോസസ്സിലും സോൾഡറിംഗ് പ്രോസസ്സിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. എന്താണ് ആ ഫാക്ടർ? ഹീറ്റ് സോഴ്സ്. ഹീറ്റ് സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ് ഈ വെൽഡിംഗ് പ്രോസസ്സിലും ബ്രീസിംഗ് പ്രോസസ്സിലും അതുപോലെ തന്നെ സോൾഡറിംഗ് പ്രോസസ്സിലും കോമൺ ആയിട്ട് വരുന്നത്. സോ ഈ ഹീറ്റ് സോഴ്സിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടും അതിന്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ടും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻസും അല്ലെങ്കിൽ ഈ 3 പ്രോസസ്സിലും നമ്മൾ ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. വെൽഡിങ്ങിന്റെ കേസിൽ ചില സമയങ്ങളിൽ ചില ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സിൽ നമ്മൾ പറയുന്ന രീതിയിൽ ഒരു പ്രഷറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇഫ് ഐ ക്യാൻ ഡിഫൈൻ permanent metal joining process. Permanent metal joining process is a metal joining process in which you use a heat source as well as a pressure in some cases. Temporary metal joining process ആ ഒരു heat source ഓ pressure ഓ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. So I hope that you got an idea of what metal joining process is. So moving on, we are getting to the core of the session. It's basically welding. എന്താണ് വെൽഡിംഗ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ സെഷന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ വെൽഡിങ്ങിനെ പറ്റി എല്ലാവർക്കും ഒരു വെർച്വൽ എന്ന് വെച്ചാൽ ഒരു റിയൽ ഇമേജ് എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ വെൽഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ തെളിഞ്ഞു വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ. കാരണം ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വെർച്വൽ ഇമേജിന് നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് മോർ റിയൽ അല്ലെ. അപ്പോൾ നമ്മൾ വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെൽഡിംഗ് പ്രോസസ്സ് എനിക്ക് 3 ലെവലായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അറ്റ് ദ ബേസിക് ലെവൽ അല്ലെങ്കിൽ പ്രൈമറി ലെവലിൽ എനിക്ക് വെൽഡിംഗ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? വെൽഡിംഗ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ ഫാബ്രിക്കേഷൻ ഓർ എ മെറ്റൽ ജോയിനിങ് പ്രോസസ്. ഓക്കെ, ഇറ്റ് ഇസ് എ മെറ്റൽ ജോയിനിങ് പ്രോസസ്. സെക്കൻഡറി ലെവലിൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ദാറ്റ് ഇസ് എ മെറ്റൽ ജോയിനിങ് പ്രോസസ് ആൻഡ് ഇറ്റ് ഇസ് എ ഹൈ ടെമ്പറേച്ചർ മെറ്റൽ ജോയിനിങ് പ്രോസസ്. ഓക്കെ, എന്താണ് ഹൈ ടെമ്പറേച്ചർ മെറ്റൽ ജോയിനിങ് പ്രോസസ്? ഞാൻ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. വെൽഡിങ്ങിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഒരു 10-30 അടുത്ത ടൈപ്സ് ഓഫ് വെൽഡിംഗ് ക്ലാസിഫിക്കേഷൻസ് വെൽഡിംഗ് പ്രോസസ്സ് നമുക്ക് അറിയാം. സോ ഈ വെൽഡിംഗ് പ്രോസസ്സസിന് എല്ലാം ഡിഫറെന്റ് ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ആയിരിക്കും ഉള്ളത്. ബട്ട് ഓൺ ആൻ ആവറേജ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു 2000 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ പറയുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഈ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ റെഫറൻസ് എടുക്കുന്നത് നമ്മുടെ SMAW, അതായത് നമ്മുടെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ SMAW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇപ്പൊ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോക്കലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വെൽഡിംഗ് പ്രോസസ്സിന്റെ പേരാണ് SMAW എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നിങ്ങൾ കോമൺ ആയിട്ട് മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സാണത്. അപ്പൊ ഈ പറയുന്ന SMAW വെൽഡിംഗ് പ്രോസസ്സിലാണ് ഞാൻ ഈ പറയുന്ന 2000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ക്രിയേറ്റ് ആവുന്നത്. ആ ഒരു ടെമ്പറേച്ചറിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് 2000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാം അല്ലെ, ഇറ്റ് ഇസ് എ വെരി ഹൈ ടെമ്പറേച്ചർ മെറ്റൽ ജോയിനിങ് പ്രോസസ്. അപ്പം വേറെ ഏതാണ് ലോ ടെമ്പറേച്ചർ മെൽറ്റിംഗ് ജോയിനിങ് പ്രോസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ അതർ ടൈപ്പ് ഓഫ് പെർമനന്റ് മെറ്റൽ ജോയിനിങ് പ്രോസസ്സസ് ലൈക്ക് ബ്രീസിംഗ് ആൻഡ് സോൾഡറിംഗ്. ഓക്കെ, ഇതാണ് ബേസിക്കലി എനിക്ക് വെൽഡിങ്ങിനെ പറ്റി പറയുന്ന സെക്കൻഡ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. ദെൻ മൂവിങ് ഓൺ ടു തേർഡ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് എനിക്ക് വെൽഡിങ്ങിനെ പറ്റി പറയാൻ സാധിക്കുന്നത്? ഇൻ ദ തേർഡ് ലെവൽ നമ്മൾ എന്താണ് വെൽഡിംഗ് എന്നാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് ഒബ്വിയസ്ലി ഒരു ബേസ് മെറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ 2 മെറ്റൽസ് ജോയിൻ ചെയ്യണം. അപ്പൊ ആ ജോയിൻ ചെയ്യപ്പെടുന്ന മെറ്റൽസിനെയാണ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ബേസ് മെറ്റൽ അല്ലെങ്കിൽ ബേസ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ബേസ് മെറ്റലിനെ നമ്മളൊരു ഹീറ്റ് സോഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അത് വെൽഡ് ചെയ്യാൻ ആവശ്യമുള്ള ഏരിയയിൽ മാത്രം ഹീറ്റ് ചെയ്യുന്നു. സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഏരിയ മാത്രം ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഏരിയ മാത്രം ഹീറ്റ് ചെയ്യുമ്പോൾ ഇതോടുകൂടി തന്നെ നമ്മളൊരു അഡ്ഹഷൻ, നമുക്കറിയാം ഒരു 2 മെറ്റീരിയൽസ് ജോയിൻ ചെയ്യണമെങ്കിൽ
അതിൽ നമ്മളൊരു പേപ്പർ ഒരു പേപ്പർ നമ്മൾ വേറൊരു പേപ്പറിലേക്ക് ജോയിൻ ചെയ്യുന്നു, നമ്മൾ ഗം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്ഹഷൻ ഉപയോഗിക്കുന്നുണ്ട്. സോ മെറ്റൽസിന്റെ കേസിലേക്ക് വരുമ്പോൾ, വെൽഡിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോൾ, ഈ രീതിയിൽ രണ്ട് മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യുകയെങ്കിൽ നമ്മൾ ഒരു ഫില്ലർ മെറ്റീരിയൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസ് മെറ്റൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മെറ്റൽസും അതോടൊപ്പം തന്നെ ഫില്ലർ മെറ്റീരിയലും ഒരു മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് മാറുവാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന ഹീറ്റ് സോഴ്സിന്റെ എഫക്ട് കാരണം ഇതൊരു മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ ഈ മോൾട്ടൻ സ്റ്റേറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ മോൾട്ടൻ സ്റ്റേറ്റിൽ ഈ പറയുന്ന ബേസ് മെറ്റലും ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫില്ലർ മെറ്റീരിയലും കൂടെ ഫ്യൂഷൻ, ഇത് രണ്ടിന്റെയും കൂടെ ഫ്യൂഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് ഒബ്വിയസ്ലി എ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ ബേസ് മെറ്റൽ ആൻഡ് ഫില്ലർ മെറ്റൽ. ആൻഡ് ഈ ഫ്യൂഷൻ കാരണം ഒരു പുതിയ മെറ്റീരിയൽ വിത്ത് എ ഡിഫറെന്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് ഡിഫറെന്റ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡിഫറെന്റ് മൈക്രോ സ്ട്രക്ചർ. ഈ മൈക്രോ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകൾ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. കാരണം ഇറ്റ് ഇസ് ദ പ്രൈം തിങ്. ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ്, എസ്പെഷ്യലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന രീതിയിലുള്ള മൈക്രോ സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ സെമസ്റ്ററിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ MME പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ടോപ്പിക്സും ഇവിടെ വെൽഡിംഗ് പ്രോസസ്സിൽ റെലവെന്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. പ്രത്യേകിച്ച് ഈ മൈക്രോ സ്ട്രക്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ദ ഡിപ്പെൻഡൻസ് ഓഫ് മൈക്രോ സ്ട്രക്ചർ ഓൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ റെലവെന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് 3 ലെവൽസ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. വേറൊന്നുമല്ല, ഫസ്റ്റ് അതൊരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. സെക്കൻഡ് അതൊരു ഹൈ ടെമ്പറേച്ചർ മെറ്റൽ ജോയിനിങ് പ്രോസസ്സാണ്. തേർഡ് ഒരു വെൽഡ് പൂൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഫ്യൂഷൻ സംഭവിച്ചിട്ടാണ് വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത് എന്നത് ആണ് ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഫ്യൂഷന് ശേഷം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂഷന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു മെറ്റീരിയൽ, ഫ്യൂഷന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ജോയിന്റ്, ഇറ്റ് മേ ബി സ്ട്രോങ്ങർ ദാൻ ദ പാരന്റ് മെറ്റൽ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, മൈക്രോ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് ഉണ്ടാകുന്ന മെറ്റീരിയലിന്റെ മൈക്രോ സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് വെച്ചിട്ട് ഈ പാരന്റ് മെറ്റലിനേക്കാളും ചിലപ്പോൾ ഈ പറയുന്ന ജോയിന്റ്, പുതുതായിട്ട് വന്ന ഒരു ജോയിന്റ് സ്ട്രോങ്ങർ ആവാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി സ്ട്രോങ്ങർ ദാൻ ദ പാരന്റ് മെറ്റൽ. ഇത്രയുമാണ് വെൽഡിങ്ങിനെ പറ്റിയിട്ട് ബ്രീഫ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് വെൽഡിംഗ് പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 10-30 റെക്കഗ്നൈസ്ഡ് വെൽഡിംഗ് പ്രോസസ്സസ് അവൈലബിൾ ആണ്. ഈ പറയുന്ന വെൽഡിംഗ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സസ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ എടുക്കുന്നുണ്ട്. അപ്പം അന്നേരം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വെൽഡിംഗ് പ്രോസസ്സിനെയും പറ്റിയിട്ട് ഞാൻ പറയുന്നതായി. ഓക്കെ, സോ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് വെൽഡിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടും ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 2 ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ്. ഒന്ന് ഓക്സിയസെറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഇത് രണ്ടുമാണ് മോസ്റ്റ് കോമൺ ആയിട്ടും മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. സോ റെസിസ്റ്റൻസ് വെൽഡിംഗിലേക്ക് നമ്മൾ പോകുമ്പോൾ, റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ നമുക്ക് നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഒരു ഹീറ്റ് സോഴ്സിന്റെ കൂടെ ഒരു പ്രഷറും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ആ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റിയും അതിന്റെ പാരാമീറ്റേഴ്സിനെ പറ്റിയായിരിക്കും കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെൽഡിംഗ് പ്രോസസ്സ് എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അതിന്റെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് ചുമ്മാ ബ്ലാങ്ക് ആയിട്ട് പഠിച്ചു പോയിട്ട് നമുക്കൊരു ഉപയോഗം വരാൻ പോകുന്നില്ല. വെൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എക്സാം പാസ് ചെയ്യാനായിട്ട് അത് മതിയാകും. പക്ഷേ അല്ലാണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഈ ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷം എന്താണ് വെൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു വെൽഡിംഗിന്റെ ഡെഫിനേഷൻ കൊടുത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു ദ എവല്യൂഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്. എവല്യൂഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് പ്രോസസ്സിന്റെ മാത്രമല്ല, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആയിട്ട് പഠിക്കുന്ന ഏതൊരു ടോപ്പിക്കിനും ഏതൊരു മാനുഫാക്ചറിങ് സെഗ്മെന്റിനും ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പുറകിൽ കുറെ എഞ്ചിനീയേഴ്സും കുറെ സയന്റിസ്റ്റും ഉണ്ട്. അവരുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒരു എവല്യൂഷൻ സംഭവിച്ചത്. ടെക്നോളജിക്കൽ എവല്യൂഷൻസും ബാക്കി എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സസും ഈ രീതിയിൽ ആണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ ദ മോസ്റ്റ് ഏൻഷ്യന്റ് ഫോം ഓഫ് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് മോസ്റ്റ് കോമൺ രീതിയിലുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഏൻഷ്യന്റ് രീതിയിലുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്
ഫോർജ് വെൽഡിംഗ് ആണ്. ഫോർജ് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലന്റെ ആലയിൽ ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഫോർജ് വെൽഡിംഗ് എന്ന് പറയുന്നത്. So basically in forge welding, what you do is you heat the two metals that are to be joined. The two metals that are to be joined together, and you apply a hammering force, or you are applying a hammering pressure. So ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഞാൻ ഇവിടെ ഈ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ഏരിയയിൽ മെറ്റൽ നമ്മൾ ചൂടാക്കി എടുക്കുന്നു. അതിനുശേഷം യു ആർ പ്ലേസിംഗ് ഇറ്റ് ആൻഡ് യു ആർ അപ്ലൈയിങ് എ പ്രഷർ. ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹാമർ പ്രഷർ ആണ് കൊടുക്കുന്നത്. സോ വിത്ത് ദ എഫക്ട് ഓഫ് ദറ്റ് ഹാമർ പ്രഷർ ആൻഡ് ദ ഹീറ്റ്, ഈ രണ്ട് മെറ്റൽസ് തമ്മിൽ ഫ്യൂഷൻ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ മെറ്റൽസ് തമ്മിൽ അഡ്ഹഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഫോർജ് വെൽഡിംഗ്. ആൻഡ് ഫ്രം ഫോർജ് വെൽഡിംഗ് വി ഹാവ് ഡെവലപ്ഡ് ഓർ വി ഹാവ് കം അക്രോസ് ഡിഫറെന്റ് ടെക്നോളജീസ്. ആൻഡ് റൈറ്റ് നൗ വി ആർ യൂസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അതും ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. ഈ പറയുന്ന ഒരു ഇവല്യൂഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ഒരു SMAW എന്ന് പറയുന്ന ഒരു വെൽഡിംഗ് ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയല്ല, വി ആർ പ്രൊസീഡിങ് ഫർദർ. അപ്പം ഈ ഒരു ഇപ്പോൾ കോമൺ ആയിട്ടും ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടും കാണാൻ സാധിക്കുന്ന ഒരു കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വെൽഡിംഗ് മെത്തേഡ് മാത്രമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് ലേസർ ബീം വെൽഡിങ്ങിലേക്കാണ്. അതും ഫ്യൂച്ചർ നിലവിൽ മാനുഫാക്ചറിംഗ് സെഗ്മെന്റ്സിലും ഇൻഡസ്ട്രീസിലും ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2-3 ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സസ് ആണ് ലേസർ ബീം വെൽഡിങ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ബീം വെൽഡിങ്. ഇതെല്ലാം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇൻഡസ്ട്രീസിലെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് ഫർദർ നമ്മൾ പോയി കഴിഞ്ഞിരിക്കുന്നു റോബോട്ട് വെൽഡിങ്. അതുപോലെ അപ്പൊ അത് തീർത്തും മാനുവൽ ആയിരുന്നു. ഫോർജ് വെൽഡിങ്ങിൽ തീർത്തും മാനുവൽ ആയിരുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. So that is the evolution about welding process. Welding process ഇത്ര മാത്രം evolution സംഭവിച്ചു. From completely being manual to completely being automated. That is what is happening here. Sorry. That is what is happening in this field of welding. Okay. So moving on. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെൽഡിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഒരു ഫിഗർ പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വെൽഡിങ്ങിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്? അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ആ ഫിഗർ ഞാൻ സേവ് ചെയ്തത് ഇവിടെ ആ വെൽഡിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറെന്റ് സോൺസിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഒരു വെൽഡിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഹീറ്റ് സോഴ്സ് ആ ബേസ് മെറ്റീരിയലിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. സോ ഈ ഒരു ഹീറ്റ് സോഴ്സ് നമ്മൾ ഒരു വെൽഡിങ് മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് മെറ്റീരിയൽ മെൽറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹീറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാത്ത ഒരു സ്ഥലത്ത്, അതിന് തൊട്ട് പുറത്തെ ഏരിയയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നു. അതിനും കുറച്ചുകൂടിയും ഫർദർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റ് ഒട്ടും എഫക്ട് ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നു. സോ ഇവിടെ ആ ഏരിയ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നത് ഈ ഒരു ഫിഗർ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഫിഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒരു ഫ്യൂഷൻ സോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് എക്സ്റ്റീരിയർ ആയിട്ട് ഒരു ഹീറ്റ് എഫക്റ്റഡ് സോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് പുറത്ത് നോൺ ഹീറ്റ് എഫക്റ്റഡ് സോൺ അല്ലെങ്കിൽ നോൺ വെൽഡ് എഫക്റ്റഡ് സോൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ഏരിയകളാണ്, അല്ലെങ്കിൽ ഇത്രയും ഡിഫറെന്റ് സോൺസ് ആണ് വെൽഡിംഗ് പ്രോസസ് നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് Q&A സെഷനിലേക്ക് കടക്കുവാണോ, അതോ ഷുഡ് ഐ ബി കണ്ടിന്യൂയിങ് ദ സെഷൻ? 20 മിനിറ്റ് ആയിരുന്നോ? സാറിന് കണ്ടിന്യൂ ചെയ്യാം. Okay, fine. Okay, fine. So you can just mention all the questions in the Q&A option. Q&A option ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. Q&A ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ക്വയറീസ് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻസും ക്വയറീസിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, വെൽഡിംഗ് ടെക്നോളജിയുടെ എവല്യൂഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. സോ വി നീഡ് ടു ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് വെൽഡിംഗ് ടെക്നോളജി. സോ ഞാൻ നിങ്ങൾക്ക് ഒരു വെർച്വൽ ടാസ്ക് തരുവാണ്. ആ ഒരു ടാസ്കിന്റെ ഉത്തരം നിങ്ങൾ Q&A സെഷനിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. വേറെ ഒന്നുമല്ല, ഈ വെൽഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നതിനെ പറ്റി, വെൽഡിംഗ് പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് അല്ലെ? ഞാനൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് തന്നു, ഒരു 3 ക്ലാസിഫിക്കേഷൻ, 3 ലെവൽ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് വെൽഡിംഗ് ടെക്നോളജി, ഞാൻ പറയുകയാണ്, വെൽഡിംഗ് ടെക്നോളജി അല്ലെങ്കിൽ വെൽഡിംഗ് പ്രോസസ്സ് ഒരു ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇഫ് യു ക്യാൻ മെൻഷൻ ദാറ്റ് ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി
ഇൻ Q&A സെഷൻ ഐ വിൽ ബി മോർ ഹാപ്പി. സോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ വെർച്വൽ ടാസ്ക്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ വെർച്വൽ ടാസ്ക്. സോ ദെൻ മൂവിങ് ഓൺ. സോ ഞാൻ നേരത്തെ ഡിഫറെന്റ് സോൺസിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരു സോണാണ് ഈ ഫ്യൂഷൻ സോൺ എന്ന് പറയുന്നത്. ഫ്യൂഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൽഡിങ്ങിന്റെ നമ്മൾ തേർഡ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ, തേർഡ് ലെവൽ ഓഫ് എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു. ബേസ് മെറ്റീരിയലും ഫില്ലർ മെറ്റീരിയലും കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഫ്യൂഷൻ സംഭവിക്കുന്നു. അതായത് ബേസ് മെറ്റീരിയലും നമ്മുടെ ഫില്ലർ മെറ്റീരിയലും കൂടെ തമ്മിലൊരു ഫ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്യൂഷനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ചേരുകയാണ്. അതായത് ബേസ് മെറ്റീരിയലും നമ്മുടെ ഫില്ലർ മെറ്റീരിയലും കൂടെ കൂടി ചേരുകയാണ് ചെയ്യുന്നത്, ഫ്യൂഷൻ സോൺ. അപ്പൊ ആ ഒരു സോണിന്റെ പേരാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്യൂഷൻ സോൺ. ദാറ്റ് ഇസ് ബേസിക്കലി യുവർ ഫ്യൂഷൻ സോൺ. ഇപ്പൊ ഈ ഫ്യൂഷൻ സോണിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഈ ഫ്യൂഷൻ സോണിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രൈമറി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് സോൺ അണ്ടർഗോസ് മെൽറ്റിംഗ്. ഒരു വെൽഡിംഗ് പ്രോസസ് നടക്കുമ്പോൾ മെൽറ്റിംഗ് അണ്ടർഗോ ചെയ്യുന്ന അല്ലെങ്കിൽ മെൽറ്റിങ്ങിന് വിധേയമാകുന്ന ഒരേ ഒരു സോൺ എന്ന് പറയുന്നത് ഈ ഫ്യൂഷൻ സോൺ മാത്രമാണ്. ഓക്കെ, സോ നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ ഒരു ഫ്യൂഷൻ സംഭവിക്കുന്നു, അതോടൊപ്പം ഒരു ന്യൂ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വിത്ത് എ കോമ്പിനേഷൻ. അത് ബേസിക്കലി ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ ആണ്, വിത്ത് കോമ്പിനേഷൻ ഓഫ് ദ ബേസ് മെറ്റീരിയൽ ആസ് വെൽ ആസ് ദ ഫില്ലർ മെറ്റീരിയൽ. ചില സമയങ്ങളിൽ ഈ ബേസ് മെറ്റീരിയലും ഫില്ലർ മെറ്റീരിയലും സെയിം തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് അല്ലാത്ത സമയങ്ങളിൽ ദേ മേ ബി യൂസിങ് ഡിഫറെന്റ് മെറ്റീരിയൽസ്, നോ പ്രോബ്ലം ഇൻ ഇറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ഈ ടൈപ്പ് ഓഫ് സോളിഡിഫിക്കേഷൻ, അതായത് ഇപ്പൊ ഒരു മോൾട്ടൻ സ്റ്റേറ്റിലാണ്, ഈ മോൾട്ടൻ സ്റ്റേറ്റിൽ നിന്ന് അത് സോളിഡിഫിക്കേഷൻ സംഭവിച്ചതിന് ശേഷം ഒരു സോളിഡ് ആവണമല്ലോ. സോ ഒബ്വിയസ്ലി there should be solidification. So I'm taking back you to MME. കഴിഞ്ഞ സെമ്മിലെ ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ നിങ്ങളൊരു സോളിഡിഫിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോളിഡിഫിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട്. ഓക്കെ, സോ സോളിഡിഫിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? സോളിഡ്, ഇപ്പം നമ്മളൊരു ലിക്വിഡ് സോളിഡിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രെയിൻ ഫോർമേഷൻ ആണ്. ആ ഗ്രെയിൻസ് കൂടി ചേർന്ന ഒരു ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടാകുന്നത്. ഗ്രെയിൻ ബൗണ്ടറീസ് ഡെൻഡ്രൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സോളിഡ് ഫോർമേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഈ ഗ്രെയിൻ ഫോർമേഷൻ ആണ്. സോ ഇവിടെയും അതുപോലെ തന്നെ ഈ ഫ്യൂഷൻ സോണിൽ മോൾട്ടൻ സ്റ്റേറ്റിലുള്ള ഈ ബേസ് മെറ്റീരിയലും അതോടൊപ്പം തന്നെ ഫില്ലർ മെറ്റീരിയലും ഇവിടെ സോളിഡിഫൈ ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അതിനും ഇതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രെയിൻ ഫോർമേഷൻ ആണ്. പക്ഷെ അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ ഗ്രെയിൻ ഫോർമേഷനെ അഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഈ പറയുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാനുള്ള ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോളംനാർ ഗ്രെയിൻസ്. ഓക്കെ, ഇൻ ഫ്യൂഷൻ സോൺ ഇവിടെ കോഴ്സ് ഗ്രെയിൻസ്, അതിന് പുറത്ത് വരുമ്പോൾ ഫൈനർ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഫൈൻ ഗ്രെയിൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ്. സോ ബേസിക്കലി ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഫ്യൂഷൻ സോണിന്റെ പ്രൈം ലൊക്കേഷനിലാണ് കോളംനാർ ഗ്രെയിൻസ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതിന് തൊട്ട് പുറത്ത്, അതായത് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് എഫക്ട് ചെയ്യാത്ത ഏരിയയുടെ തൊട്ട് പുറത്തായിട്ട് വരുന്ന ഒരു ഏരിയയിലാണ് കോഴ്സ് ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. ഈ ഹീറ്റ് ഒട്ടും എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലായിരിക്കും ഈ ഫൈൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റൻസി നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രെയിൻ ഫോർമേഷൻ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവിടെ കോളംനാർ ഗ്രെയിൻസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കോളംനാർ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചറിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ഈ ഗ്രെയിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ലോങ് ബട്ട് തിൻ ഗ്രെയിൻസ്. ആൻഡ് ഈ ഗ്രെയിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോ റേറ്റിലുള്ള സോളിഡിഫിക്കേഷൻ കാരണമാണ് ഈ പറയുന്ന ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. സ്ലോ റേറ്റിലുള്ള സോളിഡിഫിക്കേഷൻ കാരണമാണ് ഈ ഒരു ഗ്രെയിൻസ് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള അല്ലെ ഹൈ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റിൽ ഹൈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഒബ്വിയസ്ലി എന്താണ് ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് സോഴ്സ് തന്നെയാണ്. അതായത് നമ്മുടെ വെൽഡിംഗ് യൂണിറ്റിൽ നിന്ന് വരുന്ന ഹീറ്റ് സോഴ്സ് തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ഈ ഹൈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്ലോ റേറ്റ് ഓഫ് സോളിഡിഫിക്കേഷൻ പ്രോസസ്സും ഈ കോളംനാർ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ കൊടുക്കാനായിട്ട് അത് കാരണമാണ് ഈ കോളംനാർ ഗ്രെയിൻസിന് ഈ ഒരു സ്ട്രക്ചർ ലഭിക്കുന്നത്. കോളംനാർ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ ലഭിക്കുന്നതിന് കാരണം ഈ പറഞ്ഞ രീതിയിലാണ്.
പിന്നെ അടുത്ത് വരുന്നതാണ് ഈ കോൾഡ് സ്ക്രീൻസ്. കോൾഡ് സ്ക്രീൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു ഡയറക്റ്റ് ഹീറ്റ് സോഴ്സ് അവിടെ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ സോൾഡിഫിക്കേഷൻ റേറ്റിനും മാറ്റം വരുന്നുണ്ട്. കാരണം ആ ഒരു ഹൈ ടെമ്പറേച്ചർ അവിടെ വരുന്നില്ല. ആ ഹൈ ടെമ്പറേച്ചർ അവിടെ വരാത്തതുകൊണ്ട് തന്നെ സോൾഡിഫിക്കേഷൻ പ്രോസസ് വിൽ ഓബിയസ്ലി ബി ഹയർ. ഓക്കെ, സോ അങ്ങനെ ഡിഫറെന്റ് ഗ്രെയിൻ ഫോർമേഷന് കാരണങ്ങൾ പല പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് മാത്രമാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് കൂളിംഗ് റേറ്റ് തന്നെ, രണ്ടാമത്തേത് ആ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്, ആ സ്റ്റീപ്പ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഫ്യൂഷൻ സോണിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോണാണ്. ഈ പറയുന്ന വെൽഡിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോണാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അതാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഹീറ്റ് അഫക്റ്റഡ് സോൺ? ഹീറ്റ് അഫക്റ്റഡ് സോൺ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോണാണ്. അതിന്റെ ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെൽറ്റിംഗ് സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് എക്സ്പോഷർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മെൽറ്റിംഗ് നടക്കുന്നില്ല. ആ ഒരു റീജിയനിൽ മെൽറ്റിംഗ് നടക്കുന്നില്ല. പക്ഷേ ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ ഇമ്പാക്ട് ഉണ്ട് അവിടെ. പക്ഷെ അത് മെൽറ്റിംഗ് പോയിന്റിന് തൊട്ട് താഴെ വരെയുള്ള ഒരു ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെറ്റീരിയൽ അവിടെ മെൽറ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും മൈക്രോ സ്ട്രക്ചറിനും ഇതിനകത്ത് മറ്റേ നമ്മുടെ ഫ്യൂഷൻ സോണുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഫ്യൂഷൻ സോണിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഒരു മൈക്രോ സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? സോ മൈക്രോ സ്ട്രക്ചർ ഇസ് ദ ബേസിക് ഫോർ എനി മെറ്റീരിയൽ. മൈക്രോ സ്ട്രക്ചർ ഇസ് ദ ബേസിക്സ് ഫോർ എനി മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന്റെ മൈക്രോ സ്ട്രക്ചർ നമുക്കുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു വെൽഡിങ്ങിന്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അതിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ അതിന്റെ ഹാർഡ്നെസ്, ഡക്റ്റിവിറ്റി, ഇതെല്ലാം ഒരു ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫിസിക്കൽ മാത്രമല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കൂടിയാണ്. സോ ഇത്രയും ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന അതിന്റെ മൈക്രോ സ്ട്രക്ചർ ആണ്. സോ ഇപ്പൊ ഈ ഒരു ജോയിന്റ് ഇപ്പൊ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു മെറ്റീരിയലിന്റെ മൈക്രോ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാലാണ് ഈ ഒരു സ്ട്രക്ചർ ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഗ്രെയിൻസ്. ഇവിടെ കോളംനാർ ഗ്രെയിൻസ് ഉണ്ട്, കോഴ്സ് ഗ്രെയിൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫൈനൽ ഗ്രെയിൻസും ഉണ്ട്. സോ ഈ പറയുന്ന ഗ്രെയിൻ സ്ട്രക്ചേഴ്സ് ഇറ്റ് ഓൾസോ അഫക്ട്സ് എ മൈക്രോ സ്ട്രക്ചർ. മൈക്രോ സ്ട്രക്ചറിനെ ഇത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫിഗർ ഇവിടെ കാണിച്ചത്. ആ ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതായിരുന്നു. ഓക്കെ, സോ ദെൻ കമ്മിങ് ബാക്ക് ടു ഹീറ്റ് എഫക്റ്റഡ് സോൺ. ഹീറ്റ് എഫക്റ്റഡ് സോണിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് എ നോൺ മെൽറ്റിംഗ് സോൺ. ഹീറ്റ് എഫക്റ്റഡ് സോണിന്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാനൊരു ഐഡിയ തരുക മാത്രമാണ്. ഹീറ്റ് എഫക്റ്റഡ് സോണിൽ മെൽറ്റിംഗ് സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ദ സോൺ വെയർ റെസിഡ്യൂവൽ സ്ട്രെസ് ഇസ് ബീങ് ഡെപ്പോസിറ്റഡ്, അല്ലെങ്കിൽ റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ. അപ്പൊ അന്നേരം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഹീറ്റ് എഫക്റ്റഡ് സോണിൽ റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഫ്യൂഷൻ സോണിൽ ഹീറ്റ് എഫക്റ്റഡ് സ്ട്രെസ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാകാത്തതെന്ന്? നിങ്ങൾക്ക് റെസിഡ്യൂവൽ സ്ട്രെസ്സിന്റെ ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സൈഡിൽ പറയുന്നതാണ്. പക്ഷെ എന്നാലും ഞാനൊരു ഐഡിയ തന്നു വെക്കുവാണ്. റെസിഡ്യൂവൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ സ്ട്രെസ്, അല്ലെങ്കിൽ ഈ സ്ട്രെസ് റെസിഡ്യൂവൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രെസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ് ഇസ് ദ സ്ട്രെസ് ദാറ്റ് ഇസ് ബീൻ ട്രാപ്ഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ഒരു വർക്കിംഗ് പ്രോസസ്സിൽ സംഭവിക്കുന്ന ഫോർമേഷൻ ആണ്, ഒരു സ്ട്രെസിന്റെ ഫോർമേഷൻ ആണ് റെസിഡ്യൂവൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രെസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പല രീതിയിൽ നമുക്ക് ഇന്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ സ്ട്രെസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ബട്ട് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ഇൻ വിച്ച് ഐ ക്യാൻ ഡിഫൈൻ റെസിഡ്യൂവൽ സ്ട്രെസ് ഇസ് the stress that is being deposited or that is being induced in the material during a working process. വർക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടല്ല നിങ്ങൾ MME പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മൊഡ്യൂൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹോട്ട് വർക്കിംഗ് പ്രോസസ്സ്, കോൾഡ് വർക്കിംഗ് പ്രോസസ്സ്, അതുപോലെ ഹോട്ട് പ്രസ്സിങ്, കോൾഡ് പ്രസ്സിങ്, അങ്ങനെ കുറെ പ്രോസസ്സ് വഴിയാണ് നമ്മൾ ഈ ഒരു മെറ്റൽ പ്രോസസ്സിങ് നടത്തുന്നത്. സോ അങ്ങനെ പല ടൈപ്പ് ഓഫ് മെറ്റൽ പ്രോസസ്സിങ് അല്ലെങ്കിൽ മെറ്റൽ വർക്കിംഗ് പ്രോസസ്സിൽ ഈ പറയുന്ന റെസിഡ്യൂവൽ സ്ട്രെസ് ക്രിയേറ്റ് ആവപ്പെടുന്നുണ്ട്. സോ ഈ ഒരു ഹീറ്റ് എഫക്റ്റഡ് സോണിൽ ഈ റെസിഡ്യൂവൽ സ്ട്രെസിന്റെ പ്രസൻസ് ഉണ്ട്. പക്ഷേ ഫ്യൂഷൻ സോണിൽ ഈ പറയുന്ന രീതിയിലുള്ളൊരു റെസിഡ്യൂവൽ സ്ട്രെസ് പ്രസന്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിഡ്യൂവൽ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ഹീറ്റ് ട്രീറ്റ്മെന്റ്. നമ്മളത് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് വഴി നമുക്ക് ഈ പറയുന്ന റെസിഡ്യൂവൽ സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റും. ഈ ഹീറ്റ് ട്രീറ്റ്മെന്റ് വേറൊരു വേർഷനാണ് നമ്മൾ ഫ്യൂഷൻ സോണിൽ ചെയ്യുന്നത്. എന്താണ്? ആ ഒരു പോർഷനിലുള്ള മെറ്റീരിയൽ നമ്മൾ മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോർഷനിലുള്ള ബേസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബേസ് മെറ്റൽ നമ്മൾ മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ സ്ട്രെസ് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇന്റേണൽ സ്ട്രെസ് അല്ലെങ്കിൽ റെസിഡ്യൂവൽ സ്ട്രെസ് റിലീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്തതിന് നമുക്ക് റിലീവ് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഫ്യൂഷൻ സോണിൽ റെസിഡ്യൂവൽ സ്ട്രെസ് ഇല്ലാത്തതും ഹീറ്റ് എഫക്റ്റഡ് സോണിൽ റെസിഡ്യൂവൽ സ്ട്രെസ്
പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിനും കാരണമാണ്. ഈ ഹീറ്റ് എഫക്റ്റഡ് സോണിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത സ്ലൈഡിൽ മെൻഷൻ ചെയ്യാം. ദെൻ മൂവിംഗ് ഓൺ ടു ബേസ് മെറ്റൽ സോൺ. ബേസ് മെറ്റൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഒട്ടും ഈ വെൽഡിംഗ് യൂണിറ്റിന്റെ ഹീറ്റ് ഒട്ടും തന്നെ അഫക്ട് ചെയ്യാത്ത ബേസ് മെറ്റലിന്റെ പോർഷൻ ആണ് നമ്മൾ ബേസ് മെറ്റൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഡിഫറെന്റ് സോൺസ് ഇൻ വെൽഡിങ്, നമ്മൾ സാധാരണ ഒരു വെൽഡിംഗ് പ്രോസസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്രയും ഡിഫറെന്റ് സോൺസ് അല്ലെങ്കിൽ ഇത്രയും ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് കാര്യം. ഒരു വെൽഡിംഗ് പ്രോസസ്സ് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സിനെ നമ്മൾ നോക്കി കാണാൻ വേണ്ടിയിട്ട്. So let's discuss with the different parameters that are affecting the heat affected zone. നമ്മൾ ഹീറ്റ് അഫക്റ്റഡ് സോണിനെ പറ്റി പഠിച്ചു. HAZ എന്ന് പറയുന്നതാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. അവിടെ മെൽറ്റിംഗ് സംഭവിക്കുന്നില്ലെന്ന് നമുക്കറിയാം. സോ ദർ ആർ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ദാറ്റ് ആർ അഫക്റ്റിംഗ് ദ ഹീറ്റ് അഫക്റ്റഡ് സോൺ. അപ്പൊ ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ ഏറ്റവും മിനിമൽ ആയി വെക്കേണ്ടത് നമ്മുടെ ഉദ്ദേശമാണ്, നമ്മുടെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ മിനിമൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റെസിഡ്യൂവൽ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതൊരു ഫസ്റ്റ് പോയിന്റ്. അതോടൊപ്പം തന്നെ ഹീറ്റ് അഫക്റ്റഡ് സോൺ നമുക്ക് മിനിമലാക്കി വെക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ആ ഹീറ്റ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണോ വെൽഡ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വെൽഡിംഗ് മെഷീൻസ് അല്ലെങ്കിൽ വെൽഡിംഗ് ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്നത്. നമ്മുടെ ലേസർ ബീം വെൽഡിങ്ങും അതുപോലെ തന്നെ TIG വെൽഡിങ്, AHW അതായത് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്, അതുപോലുള്ള വെൽഡിംഗ് പ്രോസസ്സസ് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ഹീറ്റ് സോഴ്സിനെ നമുക്ക് വെൽഡ് ചെയ്യേണ്ട ആ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ഫോക്കസ് ചെയ്യാറുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ്, അതായത് ലേസർ ബീം വെൽഡിംഗ് ആണെങ്കിലും ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് ഈ ഒരു സോഴ്സസ്, ഈ ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ് നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. സോ ദെൻ മൂവിംഗ് ഓൺ ടു തെർമൽ ഡിഫ്യൂസിവിറ്റി. ഈ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അല്ലെ. എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ തെർമൽ ആ ഒരു എന്തുമാത്രം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു ടു എന്തുമാത്രം ഹീറ്റ് അതിൽ സ്റ്റോർ ചെയ്യുന്നു, ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നു എന്നതാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി. സോ ഈ പറയുന്ന തെർമൽ ഡിഫ്യൂസിവിറ്റി ഏറ്റവും ഹൈ ആക്കി വെക്കേണ്ടത് നമ്മുടെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ഒരു വെൽഡറിന്റെ ഉദ്ദേശമാണ്. ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അന്നേരം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഹീറ്റ് അഫക്ട് ചെയ്യപ്പെടുന്ന സോണിൽ നിന്ന് ഈ പറയുന്ന ഹീറ്റ് കുറച്ചും കൂടെ വേഗത്തിൽ ഡിഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വേറൊരു ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ കൂളിംഗ് റേറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഹൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണെങ്കിൽ ഈ പറയുന്ന കൂളിംഗ് റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതേസമയം നേരെ തിരിച്ച് ലോ ഡിഫ്യൂസിവിറ്റി റേറ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഹീറ്റ് ഡിസിപ്പേഷൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കും, ആ റേറ്റ് വളരെ കുറവായിരിക്കും. അതുവഴി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഹീറ്റ് എഫക്റ്റഡ് സോൺ ദാറ്റ് വിൽ ബി പെർസിസ്റ്റന്റ്. ആ ഹീറ്റ് എഫക്റ്റഡ് സോൺ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കുറേ നേരത്തേക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ആ ഒരു എഫക്റ്റ് നമുക്ക് ഒട്ടും സ്യൂട്ടബിൾ അല്ല. ഒരു വെൽഡിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ഹീറ്റ് എഫക്റ്റഡ് സോൺ എപ്പോഴും മിനിമം ആക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അത് മിനിമം ആക്കി വെക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സിൽ ഒന്നാണ് ഈ പറയുന്ന രീതിയിലുള്ള തെർമൽ ഡിഫ്യൂസിവിറ്റി. അടുത്തത് ഹീറ്റ് ഇൻപുട്ട്. ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ച് മുമ്പ് മെൻഷൻ ചെയ്തത്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് നമ്മുടെ നോർമലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന SMAW, അതായത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും അതുപോലെ തന്നെ ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് പ്രോസസ്സ്, അതായത് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സും എല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹീറ്റ് സോഴ്സ് ഈ നമ്മുടെ ആ പോയിന്റിലേക്ക്, കൃത്യമായ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, അത് ആ രീതിയിലൊരു ഹീറ്റ് സോഴ്സ് നമുക്ക് അവിടെ ചീപ്പായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് അങ്ങനെ ഒരു സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിന്റെ കേസിലും ആർക്ക് വെൽഡിങ്ങിന്റെ കേസിലും ആ രീതിയിൽ ഒരു ഹീറ്റ് ഇൻപുട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിലുള്ളൊരു ഹീറ്റ് എഫക്റ്റഡ് സോണിന്റെ ഏരിയ ഇൻക്രീസ് ആവുന്നതിന് കാരണം അതാണ്. പക്ഷേ ഈ ഒരു ഇഷ്യൂ നമ്മൾ ഈ പറയുന്ന ലേസർ വെൽഡിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിലും പിന്നെ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിലും ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ആ പോയിന്റ് ഓഫ് ഫോക്കസ് ഓഫ് ദ ഹീറ്റ് ഇസ് ബീൻ കോൺസെൻട്രേറ്റഡ്, ഒരു പോയിന്റിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഹീറ്റ് ഇൻപുട്ടിന്റെ കേസ്. ഈ ഹീറ്റ് ഇൻപുട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ HAZ, അതായത് ഹീറ്റ് എഫക്റ്റഡ് സോൺ നമുക്ക് ചെറുതാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് മാത്രമാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തത്. സോ ദെൻ മൂവിംഗ് ഓൺ ടു ശ്രിങ്കേജസ് ഇൻ വെൽഡിംഗ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം എങ്ങനെയാണ് ശ്രിങ്കേജ് ഉണ്ടാവുന്നത് അല്ലെ. ശ്രിങ്കേജ് ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഒരു മെറ്റൽ അല്ലെങ്കിൽ മെറ്റീരിയലിനെ നമ്മൾ കൂൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്തൊരു
ഷ്രിങ്കേജ് ഉണ്ടാവും. നമ്മൾ ഈ കാസ്റ്റിംഗിന്റെയും ഫോർജിങ്ങിന്റെയും കേസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത് തന്നെയാണ്. ഈ ഒരു ഷ്രിങ്കേജിന്റെ എഫക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഷ്രിങ്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഷ്രിങ്കേജ് അലവൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റിംഗ് കേസിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷേ അതുപോലെ ഒരു അലവൻസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മോൾട്ടൺ, ആ ഫ്യൂഷൻ സോണിൽ ഉണ്ടാകുന്ന മോൾട്ടൺ മെറ്റീരിയൽ സോൾഡിഫൈ ആവുമ്പോൾ ദർ ഇസ് ഒബ്വിയസ്ലി എന്താണ് സംഭവിക്കുന്നത്, ഒരു ഷ്രിങ്കേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഷ്രിങ്കേജ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഷ്രിങ്കേജിന്റെ എഫക്ട് എന്താണ്? വെൽ ബേസിക്കലി ഷ്രിങ്കേജ് വിൽ ലീഡ് ടു റെസിഡ്യൂവൽ സ്ട്രെസ്. ഈ ഷ്രിങ്കേജ് കാരണം ഈ മെറ്റീരിയലിൽ ഒരു കുറച്ച് സ്ട്രെസ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റോഷനും ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സോ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും വെൽഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ജോയിന്റ്, നമ്മൾ പല ടൈപ്പ് ഓഫ് ടീ ജോയിന്റ് ആണെങ്കിലും ടീ ജോയിന്റിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബേസ് മെറ്റലും, അതായത് നിങ്ങൾ ബേസിൽ വെക്കുന്ന മെറ്റലും നിങ്ങൾ ജോയിൻ ചെയ്ത മെറ്റലും തമ്മിലൊരു ചെറിയൊരു യു ഷേപ്പ് പോലെ ഒരു ബെൻഡ് വരുന്നത്. അതാണ് ബേസിക്കലി ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എനിക്കിപ്പം കിട്ടിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇനി ഒരു 15 മിനിറ്റ്സ് കൂടെ ലെക്ചർ ഉള്ളൂ. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ, ഇത്രയും നമ്മൾ ഷ്രിങ്കേജ് ഇൻ ബിൽഡിംഗ് വരെ എടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. സർ, ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, സ്പീക്കിംഗ് അബൌട്ട് ദി ഫ്യൂച്ചർ ഓഫ് വെൽഡിംഗ് പ്രോസസ്, ക്യാൻ ദിസ് ടെക്നോളജി ബി അസോസിയേറ്റഡ് വിത്ത് അഡിറ്റീവ് മാനുഫാക്ചറിംഗ്? യെസ്, ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച ആ വെർച്വൽ ടാസ്കിനുള്ള ഉത്തരം. ആൻഡ് ഐ താങ്ക് ദാറ്റ് സ്റ്റുഡന്റ് ഫോർ ഗിവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. അത് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിനെ പറ്റി അല്ലെ, 3D പ്രിന്റിംഗ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 3D പ്രിന്റിങ്ങിനെ പറ്റി. 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കോമൺലി നിങ്ങളുടെ കോളേജുകളിലൊക്കെ കാണുന്നത് ഒരു പ്ലാസ്റ്റിക് 3D പ്രിന്റർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പോളിപ്രോപ്പിലിൻ അല്ലെങ്കിൽ ABS പോലത്തെ ഒരു മെറ്റീരിയൽ ആയിരിക്കും. പക്ഷേ ഹൈ എൻഡ് മെഷീൻസ് ആയ മെറ്റൽ 3D പ്രിന്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് സെലക്റ്റീവ് ലേസർ മെൽറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പല പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്റ്റീവ് ലേസർ മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ സെലക്റ്റീവ് ലേസർ മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും ഈ വെൽഡിംഗ് പ്രോസസ്സും സെയിം ആണ്. പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. ഈ സെലക്റ്റീവ് മെറ്റൽ ലേസർ അല്ലെങ്കിൽ സെലക്റ്റീവ് മെൽറ്റിംഗ്, ഈ പറയുന്ന രീതിയിലുള്ള സെലക്റ്റീവ് ലേസർ മെൽറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽ പൗഡർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ മാത്രം നമുക്ക് എവിടെയാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആ മോഡലിന്റെ ആ ഒരു പോയിന്റിൽ മാത്രം നമ്മൾ ലേസർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു റീജിയന്റെ ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി ആ ഒരു റീജിയനിൽ ഒരു ചെറിയ സോളിഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ലെയർ ബൈ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ മോഡൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സെലക്റ്റീവ് ലേസർ മെൽറ്റിംഗ്. അത് തന്നെയാണ് ഇവിടെയും വരുന്ന ഈ നമ്മുടെ വെൽഡിങ്ങിനും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ലിങ്ക് ടു ദ ഫ്യൂച്ചർ. നമ്മൾ ലിങ്ക് ടു ദ ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന അഡിറ്റീവ് മാനുഫാക്ചറിങ് നമ്മുടെ ഒരു ഫ്യൂച്ചർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു വെൽഡിംഗ് എന്ന് പറയുന്ന ടെക്നോളജി നമുക്ക് ഈ പറയുന്ന അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നോളജി ആയിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്. ഓക്കെ സർ. സർ, നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ടൈം വളരെ കുറവാണ് ഇനി ഉള്ളത്. സോ ലെക്ചർ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ദെൻ മൂവിങ് ഓൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിഡ്യൂവൽ സ്ട്രെസ്സിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. റെസിഡ്യൂവൽ സ്ട്രെസ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഇസ് എ സ്ട്രെസ് ദാറ്റ് ഇസ് ബീൻ ട്രാപ്ഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. സോ ഈ റെസിഡ്യൂവൽ സ്ട്രെസ് കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അതുപോലെ തന്നെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ഒരു റിഡക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കാരണം നമുക്കറിയാം ഇൻസൈഡ് ഈ ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റെസിഡ്യൂവൽ സ്ട്രെസ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ അൾട്ടിമേറ്റ് ഫെയിലിയർ ഓഫ് ദാറ്റ് മെറ്റീരിയൽ. അപ്പൊ ഈ ഒരു സ്ട്രെസ്, ഈ റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാകുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഈ റെസിഡ്യൂവൽ സ്ട്രെസ് മേ ഓൾസോ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡാമേജ് ബൈ ഫെറ്റീഗ്, ക്രീപ്പ്, അതുപോലെ തന്നെ കൊറോഷൻസ്, ഇതെല്ലാം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് റെസിഡ്യൂവൽ സ്ട്രെസ് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ആണെങ്കിൽ. ഓക്കെ, സോ ദെൻ മൂവിങ് ഓൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണിത്, ഹീറ്റ് ട്രീറ്റ്മെന്റ്. എങ്ങനെയാണ് റെസിഡ്യൂവൽ സ്ട്രെസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്? ഹീറ്റ് ട്രീറ്റ്മെന്റ്, ഷോർട്ട് പിന്നിങ്, അതുപോലെയുള്ള ഓപ്പറേഷൻസ് വഴിയാണ് നമുക്ക് ഈ പറയുന്ന റെസിഡ്യൂവൽ സ്ട്രെസ് നമുക്ക് റിലീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. സോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ റെസിഡ്യൂവൽ സ്ട്രെസ് ഏറ്റവും മിനിമം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മിനിമം ആയിട്ട് വെക്കാൻ ശ്രമിക്കണം എന്നതാണ്. സോ ദെൻ ഞാൻ നേരത്തെ ഷ്രിങ്കേജിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇതൊക്കെയാണ് ഡിഫറെന്റ് ഷ്രിങ്കേജസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ നമ്മൾ പറയുന്നത്.
സോ ഷ്രിങ്കേജസ് കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് ഫിഗേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഷ്രിങ്കേജ് കുറയ്ക്കാം, എങ്ങനെയാണ് ഓവർ ബിൽഡിംഗ് അവോയ്ഡ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഫിഗർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓവർ ബിൽഡിംഗ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ ഇന്റർമീഡിയറ്റ് വെൽഡിംഗ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഷ്രിങ്കേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഷ്രിങ്കേജസിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത സെഷനിൽ എടുക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് വെൽഡിംഗ് പ്രോസസ്സിനെയും അതിന്റെ കമ്പോണൻസിനെയും പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വെൽഡിംഗ് സെറ്റപ്പ് ആണ്, ഒരു വെൽഡിംഗ് മെഷീന്റെ ഒരു സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ അടുത്തത് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൽഡിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതായിട്ട് പ്രോമിനന്റ് ആയിട്ടുള്ള കമ്പോണൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് മിക്കതും തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയായിരിക്കും എന്ന്. കാരണം അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇലക്ട്രോഡ്, ഫില്ലർ റോഡ്, ഫ്ലക്സ്, ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളിൽ ഈ ഇലക്ട്രോഡും ഫില്ലർ റോഡും തമ്മിലുള്ള സാമ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇലക്ട്രോഡ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ്, ഇലക്ട്രോഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബേസിക്കലി ഇറ്റ് ഇസ് യൂസ്ഡ് ടു കണ്ടക്ട് ദ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കണ്ടക്ട് ദ കറണ്ട്. ആ കറണ്ട് പാസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ ഈ ഇലക്ട്രോഡിൽ തന്നെ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യാറുണ്ട്. അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലെ കോട്ടഡ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കോട്ടഡ് ഫില്ലർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ട്യൂബുലർ ഇലക്ട്രോഡ് ഫില്ലർ മെറ്റീരിയൽ, പിന്നെ കോഡ് ഇലക്ട്രോഡ് വയർ. ഞാൻ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നീറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കോട്ടഡ് ഇലക്ട്രോഡ് ആണ്. കോട്ടഡ് ഇലക്ട്രോഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കോർ ഇതിനകത്തൂടെ പോകുന്നുണ്ട്, കോർ ഇലക്ട്രോഡ് ഇതിനകത്തൂടെ പോകുന്നുണ്ട്. അതിന് ഒരു കോട്ടിംഗ് പോലെ ഒരു ഫ്ലക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലക്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മെൻഷൻ ചെയ്യാം. ഫ്ലക്സിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ മെൻഷൻ ചെയ്യാം. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ മെൻഷൻ ചെയ്യും. അതോടൊപ്പം വരുന്നതാണ് പ്ലെയിൻ അല്ലെങ്കിൽ ബെയർ ആയിട്ടുള്ള ഇലക്ട്രോഡ്. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഫ്ലക്സ് ഈ ഒരു ഇലക്ട്രോഡിനകത്ത് ഇല്ല. ഈ ഒരു ഇലക്ട്രോഡിനകത്ത് നമുക്ക് ഫ്ലക്സ് ഇല്ല. കാരണം ഫ്ലക്സ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന പല മാനുഫാക്ചറിങ് പ്രോസസ്സസ് ഉണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് പ്രോസസ്സ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത് വരുന്ന ട്യൂബുലാർ. ഇതിനകത്ത് നേരെ തിരിച്ച് ഇതിന്റെ നമ്മുടെ കോട്ടഡ് ഇലക്ട്രോഡിന് നേരെ തിരിച്ചുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിനകത്ത് വരുന്നത്. ഫ്ലക്സ് ഉള്ളിൽ വെച്ചതിന് ശേഷം പുറത്ത് ഒരു ഇലക്ട്രോഡിന്റെ കോട്ടിംഗ് പോലെ ചെയ്തിരിക്കുകയാണ് നടത്തിയിരിക്കുന്നത്. ഒരു ലോ കാർബൺ സ്റ്റീലൊക്കെ ആയിരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഓക്കെ, സോ കോട്ടഡ് ഇലക്ട്രോഡ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. കോട്ടഡ് ഇലക്ട്രോഡ്സ് ഞാൻ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ ഒരു കോട്ടിംഗ്, ഒരു ഫ്ലക്സിന്റെ കോട്ടിംഗ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെയർ ഇലക്ട്രോഡ്സിനകത്തും ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മെറ്റൽ വയർ ഈസ് അൺകോട്ടഡ് ആൻഡ് ഈ മെറ്റൽ വയർ അൺകോട്ടഡ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലക്സ് ഇല്ലെന്നാണ് അർത്ഥം വരുന്നത്. ഈ ഫ്ലക്സ് ഇല്ലെങ്കിൽ ഓക്സിഡേഷൻ പ്രോസസ്സിനെ അത് അഫക്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ വെൽഡിംഗ് നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫ്ലക്സിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പക്ഷേ അതിന് പകരം ഈ ഫ്ലക്സിന് പകരം ഈ പറയുന്ന അൺകോട്ടഡ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ഇനേർട്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഷീൽഡിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഗ്യാസസ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് പ്രോസസ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ ട്യൂബുലാർ വെൽഡിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. പിന്നെ നമുക്ക് ഫ്ലക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതാണ് ലാസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയാനുള്ള ഫ്ലക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫ്ലക്സിനകത്ത് ഫ്ലക്സിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പീസും അതോടൊപ്പം ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫില്ലർ മെറ്റീരിയലും കൂടെ മെൽറ്റ് ചെയ്തിട്ട് ഫ്യൂഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെൽറ്റിംഗ് നടക്കുന്ന സമയത്ത് സ്മോൾ ഗ്ലോബിൾസ് ഫോം. ഈ ഗ്ലോബിൾസ് എന്ന് പറയുന്നത് സാധനങ്ങൾ ഓക്സിജൻ ആൻഡ് നൈട്രജൻ അബ്സോർവ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ നൈട്രജൻ അബ്സോർവ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെൽഡ് പൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ ആ ഒരു ഫ്യൂഷൻ സോണിൽ ഈ പറയുന്ന രീതിയിലൊരു കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. ആ കണ്ടാമിനേഷൻ പിന്നെ ഫർദർ ആയിട്ട് കൊറോഷൻ ക്രിയേറ്റ് ചെയ്യും, കൊറോസിറ്റി ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ കുറെ ഇഫക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ, ആ ഒരു പൗഡർ മെറ്റീരിയൽ ആണ്. ആ പൗഡർ മെറ്റീരിയൽ ഈ ഹീറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും വേപ്പറൈസ് ചെയ്യപ്പെടും. ഈ വേപ്പറൈസ് ചെയ്തിട്ട് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ. ഈ വെൽഡിംഗ് നടക്കുന്ന ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു അറ്റ്മോസ്ഫിയർ അതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു വെൽഡിങ്ങിന്റെ ഒരു ഫിഗർ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയൊരു ഔട്ടർ ഒരു ലെയർ പോലെ കാണാൻ സാധിക്കും, ഒരു കവറേജ്.
ആ ഒരു കവറേജ് ആണ് ബേസിക്കലി ഈ ഫ്ലക്സ്. കാരണം ഈ ഫ്ലക്സിന്റെ വേപ്പേഴ്സ്, ഫ്ലക്സ് പൗഡർ മെറ്റീരിയൽ ആണ്, അതിന്റെ വേപ്പേഴ്സ് ആണ് ഈ രീതിയിലൊരു എന്താ പറയുന്ന ഈ രീതിയിലുള്ളൊരു കോട്ടിങ് അല്ലെങ്കിൽ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കവറേജ് ഈ പറയുന്ന രീതിയിലുള്ള ഓക്സിജൻ മെറ്റീരിയൽസിനെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയാണ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെയുണ്ട്, ഒരു കെമിക്കൽ ആസ്പെക്റ്റും കൂടെയുണ്ട് ഈ വെൽഡിംഗ് നടക്കുന്ന സമയത്ത് ഫ്ലക്സ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം. അതിൽ ഒന്നാണ് നമ്മുടെ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിന്റെ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നേടിച്ചെടുക്കാൻ താല്പര്യമുള്ളതാണ്. സോ അതുവഴി ഒരു അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു വെൽഡിംഗ് പോയിന്റിൽ ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു കൊളാബറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ ഇസ് ഇൻ അതർ ടേം കോൾഡ് ആസ് കൊറോഷൻ. ഓക്സിഡേഷൻ നമുക്ക് കൊറോഷൻ ആയിട്ടും പറയാൻ സാധിക്കും. സോ ഈ കൊറോഷൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഈ ഓക്സിഡേഷൻ കാരണം ഫൈനൽ ആയിട്ടുള്ള ഒരു ഫെയിലിയർ ആണ് സംഭവിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലക്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോസ്റ്റ്ലി എന്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ ടൈറ്റാനിയം ഓക്സൈഡ്, സെല്ലോസ്, പിന്നെ അതുപോലെ തന്നെ മാഗ്നീസ് ഓക്സൈഡ്, ഇതെല്ലാമാണ് ഫ്ലക്സ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അയനൈസിങ് ഏജൻസും ഈ രീതിയിലുള്ള ഫ്ലക്സ് മെറ്റീരിയൽസിലാണ്, ഈ പൗഡർ ഫ്ലക്സ് മെറ്റീരിയലിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ആ ആർക്ക് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കവറേജ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണിത്, ഫങ്ഷൻസ് ഓഫ് ദ ഫ്ലക്സ് ടു പ്രിവെന്റ് ഓക്സിഡേഷൻ, ടു റിമൂവ് ഓക്സൈഡ്സ് ആൻഡ് അതുപോലെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്, ആർക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഫ്ലക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റൽ പൊറോസിറ്റി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. വെൽഡിന്റെ സമയത്ത് ഉണ്ടാകുന്ന പൊറോസിറ്റി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇത് ഇലക്ട്രോഡ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫില്ലർ മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട രണ്ട് ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, കൺസ്യൂമബിൾ ഇലക്ട്രോഡും നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡും. അതിനകത്ത് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ SMAW പോലുള്ള കോമൺ ആയിട്ട് കാണുന്നത്, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള വെൽഡിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ TIG, അതായത് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് വെൽഡിങ്ങും അതുപോലെ തന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങും AHW എന്ന് പറയുന്ന വെൽഡിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ്. അപ്പൊ ഇവിടെ അത് കൺസ്യൂം ചെയ്ത് പോകുന്നില്ല, പക്ഷെ മറ്റേതിനകത്ത് നിങ്ങൾക്ക് അറിയാം അത് കൺസ്യൂം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് ഫില്ലർ മെറ്റീരിയലും കൂടെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഇതിനകത്ത് അങ്ങനെ രീതിയിലുള്ള ഫില്ലർ മെറ്റീരിയൽ ഇല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസിന്റെ കോട്ടിങ് അല്ലെങ്കിൽ ഒരു ആർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ്. പിന്നെ ഇതൊരു ലാസ്റ്റ് ഒരു സ്ലൈഡാണ്. ഇതിനകത്ത് വെൽഡിംഗ് ഡിഫക്ട്സ് ആണ് കാണിക്കുന്നത്, എങ്ങനെയാണ് കുറച്ച് വെൽഡിംഗ് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്, ലോങ്ങിറ്റ്യൂഡിനൽ ക്രാക്ക് ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഡിസ്റ്റോഷൻ, ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ നമ്മൾ ഡിസ്റ്റോഷനെ പറ്റിയിട്ടും പറയുന്നു. പിന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പെനട്രേഷൻ, ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മേജർ മിസ്റ്റേക്ക് ആണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെനട്രേഷൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഫർദർ ആയിട്ട് ഈ മെറ്റീരിയലിന്റെ ഫെയിലിയറിലേക്ക്, ആ ഒരു ജോയിന്റിന്റെ ഫെയിലിയറിലേക്ക് റിസൾട്ട് ചെയ്യുന്ന ഡിഫക്ട്സ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് വെൽഡിങ്ങിനെ പറ്റിയിട്ടും വെൽഡിങ്ങിന്റെ മെറ്റലർജിക്കൽ ആസ്പെക്ടിനെ പറ്റിയിട്ടും വെൽഡിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള. സോ ഇനി അടുത്തൊരു സെഷനിൽ നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട്, വെൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. സോ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ സർ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. As you said about the SLM 3D printing, I have a doubt that can we use the continuous filament feed arc welding to print metal parts similar to the process in plastic FDM machines? ഓക്കെ, സോ നമ്മൾ FDM മെഷീന്റെ ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡലിംഗ് മെത്തേഡിൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക് ആണ്. ബേസിക്കലി നമ്മൾ പ്ലാസ്റ്റിക് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ FDM മെത്തേഡ് നമുക്ക് ഈ പറയുന്ന മെറ്റൽ 3D പ്രിന്റിംഗിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്, നമ്മുടെ പ്ലാസ്റ്റിക്കില് FDM മെത്തേഡ് അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് കണ്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ABS ആണെങ്കിലും പോളിപ്രോപ്പിലൻ ആണെങ്കിലും ഒരു 200 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴത്തേക്കും അതൊരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു 200 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് നമുക്ക് ഈ മെറ്റൽ നമ്മളിപ്പോൾ റോൾ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലില് ഈ പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഷ്രിങ്കേജിന്റെ ഒരു പ്രസൻസ് ഉണ്ട്, അത് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ ഒരു പ്രസൻസ് കാരണം അല്ലെങ്കിൽ ആ ഒരു ഷ്രിങ്കേജിന്റെ എഫക്റ്റ് കാരണം നമുക്ക് ഈ പറയുന്ന സ്പൂളുകളായിട്ട് നമുക്ക് മെറ്റൽസിനെ മാറ്റാൻ സാധിക്കത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ SLM മെത്തേഡ് ആൻഡ് FDM മെത്തേഡ്. അതുകൊണ്ടാണ് FDM മെത്തേഡ് നമ്മൾ പ്ലാസ്റ്റിക്സിൽ മാത്രം യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന മെറ്റൽ 3D പ്രിന്റേഴ്സിൽ ആ ഒരു മെത്തേഡ് അല്ലെ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാത്തത്. ഓക്കെ. Okay, sir. Next question is, how strength of welding
depends on heat affected zone. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹീറ്റ് എഫക്റ്റഡ് സോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഹീറ്റ് എഫക്ട് സോണിന്റെ കാര്യം നമ്മൾ പറയുമ്പോഴേക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് എഫക്റ്റഡ് സോണിൽ റെസിഡ്യൂവൽ സ്ട്രെസിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. റെസിഡ്യൂവൽ സ്ട്രെസിന്റെ ഒരു പ്രസൻസ്, ആ റെസിഡ്യൂവൽ സ്ട്രെസിന്റെ ഒരു പ്രസൻസ് അത് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റുന്നതല്ല. കാരണം ഈ ഒരു റെസിഡ്യൂവൽ സ്ട്രെസിന്റെ പ്രസൻസ് ഈ മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് ഫെയിലിയറിനെ കോസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഹീറ്റ് എഫക്റ്റഡ് സോണിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിഡ്യൂവൽ സ്ട്രെസ് നമുക്ക് അവോയ്ഡ് ചെയ്താൽ മാത്രമേ ആ ഒരു മെറ്റീരിയലിന്റെ സക്സസ്, ആ ഒരു വെൽഡിങ്ങിന്റെ സക്സസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഹീറ്റ് എഫക്റ്റഡ് സോണ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന രീതിയിൽ ആ ഹീറ്റ് എഫക്റ്റഡ് സോൺ മിനിമം ആക്കി വെക്കേണ്ടത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മിനിമം ആണ് ഹീറ്റ് എഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. മിനിമം ആണെങ്കിൽ നമുക്ക് ആ ഹീറ്റ് ആ ഒരു വെൽഡിംഗ് നടക്കേണ്ട സ്ഥലത്ത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. So that is why heat affected zone should be kept minimum, and that is the influence of heat affected zone in this welding process or the strength of the material. Okay. Okay, sir. So the next question is, what is distortion? Okay. ഡിസ്റ്റോർഷൻ ഞാൻ ഇവിടെ നേരത്തെ നിങ്ങളെ ഒരു ഫിഗറോട് കൂടി തന്നെ കാണിച്ചായിരുന്നു. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വെൽഡിങ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു റാപ്പിംഗ് നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ 3D പ്രിന്റിംഗിൽ ഇത് തന്നെ സംഭവിക്കുന്ന ഒരു റാപ്പിംഗ് നടക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ ഒരു ശരിക്കും ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സംഭവമായിരുന്നു. ജോയിനിങ്ങിന് ശേഷം ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ വെൽഡിംഗ് സംഭവിച്ചപ്പോൾ, വെൽഡിംഗ് നടത്തിയതിനു ശേഷം ഇവിടെ ഇതൊരു ചെറിയൊരു യു ഷേപ്പിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. കണ്ടോ, ഈ ഒരു യു ഷേപ്പിലേക്ക് നിങ്ങൾക്ക് മാറിപ്പോകും. നിങ്ങൾക്ക് ആ ഫിഗർ 7.5D കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണാം ഇത് ഒരു യു ഷേപ്പിലേക്ക് മാറിപ്പോവാണ്. ആ വെൽഡിംഗ് പ്രോസസ്സിന് ശേഷമാണ് അത് സംഭവിച്ചത്. ദാറ്റ് ഇസ് ബേസിക്കലി ഡ്യൂ ടു ഷ്രിങ്കേജ് കാരണമാണ് ആ രീതിയിലുള്ള ഡിസ്റ്റോർഷൻ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ. Okay, sir. Again, a student asked, will there be a change in microstructure in the fusion zone? യെസ്, അത് തീർച്ചയായിട്ടും. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ നിങ്ങളത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂഷൻ സോണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോൾട്ടൺ മെറ്റീരിയൽസ്, അതും ഒരു മോൾട്ടൺ മെറ്റീരിയൽ അല്ല, 2 മോൾട്ടൺ, അതായത് ബേസ് മെറ്റീരിയലും അതോടൊപ്പം തന്നെ ഫില്ലർ മെറ്റീരിയലും കൂടെ ഫ്യൂഷൻ, അത് തമ്മിലുള്ള ഫ്യൂഷനാണ് അവിടെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ മൈക്രോ സ്ട്രക്ചറിൽ ഒബ്വിയസ്ലി ചേഞ്ച് ഉണ്ടായിരിക്കും. ആ മൈക്രോ സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന് 2 ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന് അതിന്റെ കൂളിംഗ് റേറ്റ്, അതിന്റെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കൂളിംഗ് റേറ്റും അതോടൊപ്പം തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ ഗ്രേഡിയന്റ്, ആ ടെമ്പറേച്ചറിന്റെ എഫക്റ്റും പോലെ ഇരിക്കും അതിന്റെ മൈക്രോ സ്ട്രക്ചർ ഡെവലപ്മെന്റ് ആ ഒരു ബേസിസ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ. Okay, sir. Yeah. And നമുക്ക് ടൈം ഉണ്ട്, കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡിസ്കസ് ചെയ്യാം. Okay. Again, another student asked, what about robotic welding? So can you shortly explain that? യെസ്. റോബോട്ടിക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇവല്യൂഷനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. ഇവല്യൂഷനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു, ഒരു മിനിറ്റ്, ഇവല്യൂഷനെ പറ്റി ഞാൻ പറഞ്ഞു. റോബോട്ടിക് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ AI അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലുള്ള പുതിയ ഫീൽഡിലേക്ക് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ മിക്ക ഇൻഡസ്ട്രീസും ഓട്ടോമേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കാറ്റോ പോലുള്ള നമ്മുടെ സെൻസേഴ്സ് ഒക്കെ, നമ്മുടെ വണ്ടികൾക്കൊക്കെ വേണ്ടി സെൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഒക്കെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമേറ്റഡ് സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അതായത് വർക്കേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് റോബോട്ട്സിനെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുക. അതിനകത്ത് പല ഗുണങ്ങളുണ്ട്. റോബോസ്റ്റ് ആണ് ഈ പറയുന്ന രീതിയിൽ. റോബോട്ട്സ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് എന്താ പറയുന്നത്, ഏത് വെർസറ്റൈൽ കണ്ടീഷനിലും അവരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ റോബോട്ടിക് വെൽഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ്. ഇപ്പൊ മാനുവൽ വെൽഡിംഗ് എന്ന് പറയുമ്പോൾ പല വെൽഡേഴ്സിനും പല രീതിയിലായിരിക്കും അവരുടെ എഫിഷ്യൻസി നമുക്ക് അളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ പറയുന്ന റോബോട്ടിക് വെൽഡിങ്ങിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി പ്രിസൈസ്. നമ്മുടെ ഈ CNC മെഷീനിങ് ഒക്കെ പോലെ തന്നെ ആ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം ആ ഒരു കോഡിൽ തന്നെ CNC മെഷീനിങ്ങിൽ നമുക്ക് മെഷീനിങ് സംഭവിക്കും. അതുപോലെ തന്നെ റോബോട്ടിക് വെൽഡിങ്ങിലും ആ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം ആ ഒരു പോയിന്റിൽ തന്നെ വെൽഡിംഗ് നടക്കുന്നു. അത് ബേസിക്കലി ലേസർ ബീം വെൽഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഒക്കെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു സെഷൻ ഞാൻ അടുത്ത സെഷൻ ഞാൻ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. സോ ദാറ്റ് ഇസ് ബേസിക്കലി ദ ഫ്യൂച്ചർ ഓഫ് വെൽഡിംഗ് ടെക്നോളജി. ഓക്കെ. Okay, sir. Then Vaishak, sorry. Yeah. So it's Shyam who is asking, what is thermal diffusivity? തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം
കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ്. തെർമൽ ഡിഫ്യൂസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ആണ്. അത് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മെറ്റീരിയലിൽ അത് എന്തുമാത്രം എത്ര പെട്ടെന്ന് അത് ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് അതിന് തെർമൽ ഡിഫ്യൂസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വെൽഡിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ആ മെറ്റീരിയൽ തെർമൽ ഡിഫ്യൂസിറ്റി ഹൈ ആണെങ്കിൽ, ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഹീറ്റ് എഫക്റ്റഡ് സോണ് പെട്ടെന്ന് ഡിസിപ്പേറ്റ് പെട്ടെന്ന് കുറഞ്ഞു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ഐഡിയ ഓഫ് തെർമൽ ഡിഫ്യൂസിവിറ്റി. തെർമൽ ഡിഫ്യൂസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു മെറ്റീരിയൽ എന്തുമാത്രം ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നു, ആ ഒരു മെറ്റീരിയൽ എന്തുമാത്രം ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇത് തീർത്തും സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് ഹൈ ഡിഫ്യൂസിവിറ്റി ആണ്. അതൊരു റേഷ്യോ ആണ് ശരിക്കും. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ആണ്. ഇറ്റ് ഇസ് എ റേഷ്യോ ഇൻ വിച്ച് ദ മെറ്റീരിയൽ എത്രമാത്രം കണ്ടക്ട് ചെയ്യുന്നു ടു ദ റേഷ്യോ ഇൻ വിച്ച് ദ മെറ്റീരിയൽ എത്രമാത്രം അത് സ്റ്റോർ ചെയ്യുന്നു. അപ്പം മെറ്റീരിയൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്. മെറ്റൽ അത് കണ്ടക്ട് ചെയ്തില്ലെങ്കിൽ അത് ലോ തെർമൽ ഡിഫ്യൂസിവിറ്റി. അതിന്റെ വൈസ് വേഴ്സ അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നതിന്റെ റേറ്റ്. സോ ദാറ്റ് ഇസ് ബേസിക്കലി തെർമൽ ഡിഫ്യൂസിവിറ്റി. ഓക്കെ ഓക്കെ സർ. ടൈം കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റിനൂടെ നോക്കാം സർ. So we have here why welding light affects eyes. ഓക്കെ, അതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്ലക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി ഒരു പൗഡേർഡ് സബ്സ്റ്റൻസ് ആണ്. ഈ പൗഡേർഡ് സബ്സ്റ്റൻസും അതുപോലെ തന്നെ വേരിയസ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഈ വെൽഡിംഗ് നടക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒന്നാമത്തെ കാര്യം തന്നെ അവിടെ ആ ഒരു പോയിന്റ് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അത് ആ ഒരു ടെമ്പറേച്ചറിൽ പല തരത്തിലുള്ള ഫ്യൂംസ് ഡെവലപ്പ് ആവുന്നുണ്ട്. കാരണം ഈ ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ഫ്യൂഷൻ ചെയ്യുവാണ്, മോൾട്ടൺ ഫോമിലേക്ക് മാറ്റുവാണെന്ന് പറഞ്ഞത്. അപ്പൊ അന്നേരം കുറച്ച് ഫ്യൂംസ് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്യൂംസ് നമ്മുടെ കണ്ണിന് നല്ലതല്ല. ഈ ഒരു ഫ്യൂംസ് കാരണമാണ് ആ ഒരു സ്പാർക്ക് തന്നെ, ഈ ഒരു ഫ്യൂംസ് കാരണമാണ് അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത്. ആ സ്പാർക്ക് നമ്മുടെ നമ്മുടെ കണ്ണിന് അത് നല്ലതല്ല. അതോടൊപ്പം തന്നെ കണ്ണിന് മാത്രമല്ല, വി ഷുഡ് ബേസിക്കലി ബി കീപ്പിംഗ് ആ ഷീൽഡ്, കംപ്ലീറ്റ് ഷീൽഡ് നമ്മുടെ ഫുൾ മുഖം കവർ ചെയ്യേണ്ട രീതിയിലാണ്. കാരണം ആ ഫ്യൂംസ് എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല. ഇറ്റ് ഇസ് ക്വൈറ്റ് ഇറിറ്റേറ്റിംഗ് ഫോർ ദ വെൽഡർ ഓർ ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദ വെൽഡിംഗ് പ്രോസസ്. ഓക്കെ. Okay, sir. Yeah. So I think session wind up ചെയ്യേണ്ട സമയമായി. It's 1:15 now. Yes. And so questions ഇനി ഉണ്ട്. I think സാറിന്റെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് കൊടുത്താൽ I think they can email you all those doubts. ഓക്കെ, ഞാനപ്പോ ആ മെയിൽ ഐ ഡി ഞാനിപ്പോ ചാറ്റ് ബോക്സിലേക്ക് ഞാനത് മെൻഷൻ ചെയ്തേക്കാം, എന്റെ മെയിൽ ഐ ഡി. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്, ആ മെയിൽ ഐ ഡി എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ, സോ ഹൗ അബൌട്ട് വി വൈൻഡ് അപ്പ് ദിസ് സെഷൻ? സർ, സോ സർ ആ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് പറയുകയും കൂടെ ചെയ്താൽ. ഓക്കെ, എന്റെ മെയിൽ ഐ ഡി joel grg joelgrg3@gmail.com. Okay, sir. So thank you so much for your session, sir. It was actually a nice session, and we had a lot of interactions from students. Okay. So once again, we thank you for making students think out of the box through this 1 hour limited time. Yeah. And we are so happy to associate with you, sir. And thank you, sir, once again. Okay. Thank you. And thank you all attendees. And you can get the recorded session of the same topic in SAP official YouTube channel. So it will be uploaded at the earliest. So just check it out. And thank you all. Let's wind up. Bye-bye.